മന്ത്രി, ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യമല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ, ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. അവരുടെ PR പ്രൊപ്പഗാൻഡ മാത്രമാണ് ഉള്ളത്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. മരുന്നില്ല, നൂലില്ല, പഞ്ഞി പോലുമില്ല. കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ, പരമാവധി മരുന്നുകൾ സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടുത്തെ ഏർപ്പാടാണ്? പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി? സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെൻസും പഞ്ഞിയും നൂലും, തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് എന്ത് പരിതാപകരമായ സ്ഥിതിയാണ്. ഇതെല്ലായിടത്തും ആവർത്തിക്കുകയാണ്. അവർ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞു, അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 വോള്യം വേണ്ടി വരും. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വാചകവടിയല്ലാതെ PR പ്രൊപ്പഗാൻഡ അല്ലാതെ